പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ കാരുണ്യത്തെ നമുക്ക് പ്രകീർത്തിക്കാം. അപ്പോൾ കൂടുതൽ ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് ഒഴുകി വരുന്ന, നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരിലേക്കെല്ലാം ദൈവകരുണ ഒഴുകി വരുന്ന അനുഭവം നമുക്കുണ്ടാകും. നമുക്ക് ആ ബോധ്യത്തോടെ ദിവ്യകാരുണ്യത്തിൽ ജീവിക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മളിലേക്ക് ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും കണ്ടുകൊണ്ട് സ്വതന്ത്രമായിട്ട് അല്പസമയം സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കൂടുതൽ നന്മകൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയ്ക്കും കൃപയ്ക്കും വേണ്ടി കർത്താവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവിടുത്തെ നാമം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിക്കാം. പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ സമീപിക്കുന്നവർ വെറും കൈയോടെ പോകേണ്ടി വരില്ല. ദൈവം അവർക്ക് വേണ്ടതെല്ലാം നൽകും. ദൈവത്തെ നമ്മൾ സമീപിക്കുന്നത് വെറും കൈയോടെ ആകരുത്. നമ്മൾ ദൈവത്തെ ധ്യാനിച്ച ഹൃദയം കൊണ്ടും നന്മകൾ ചെയ്ത കരങ്ങൾ കൊണ്ടും ദൈവത്തെ സമീപിക്കണം, പ്രാർത്ഥിക്കണം, ബലിയർപ്പിക്കണം. അവിടെ ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടും. കർത്താവേ, ആ വലിയ ബോധ്യത്തോടെ ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, സ്വസ്ഥാനങ്ങളിരിക്കാം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന നമ്മൾ ഈ കരുണയെ ധ്യാനിച്ച് ഈ കരുണയെ പ്രകീർത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരുണയുടെ പുതുപുത്തൻ അഭിഷേകം നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കും. കരുണ കിട്ടാനും കരുണ കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഉള്ള ചില കടമകൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കരുണ ലഭിച്ചവർക്ക് ചില കടമകൾ, കരുണ കിട്ടാൻ ചില വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം. ഇതെല്ലാം ദൈവവചനത്തിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. പകൽ പോലെ ദൈവം വ്യക്തമാക്കിയ കാര്യങ്ങളാണ്. ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരാശയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ജീവിതം ഒരുക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയും കൃപയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അനുഗ്രഹമുണ്ടാവും. നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം 103 എൻ്റെ ആദ്യത്തെ 2 വചനങ്ങൾ. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പ്രകീർത്തിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പ്രകീർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ പുത്തൻ അഭിഷേകം നമ്മുടെ മേൽ വരും. മാത്രമല്ല, ദൈവം ചെയ്ത നന്മകൾ മറക്കാതെ അവയ്ക്ക് നന്ദി പറയുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടും. ഇത് സംഭവിച്ച പല രംഗങ്ങൾ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. സങ്കീർത്തനം 103 ആദ്യത്തെ 2 വചനങ്ങൾ ഇപ്രകാരമാണ്: എൻ്റെ ആത്മാവെ കർത്താവിനെ പ്രകീർത്തിക്കുക, എൻ്റെ ആത്മാവെ കർത്താവിന് നന്ദി പറയുക, അവിടുന്ന് ചെയ്ത അനുഗ്രഹമൊന്നും മറക്കരുത്. ദൈവത്തെ പ്രകീർത്തിക്കുന്ന, ദൈവത്തിൻ്റെ കരുണയെ പ്രകീർത്തിക്കുന്ന ഒരു രംഗമാണിവിടെ. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അവയ്ക്ക് നന്ദി പറയുന്ന സങ്കീർത്തകനെ നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്നതിന് കാരണമാകും എന്നുള്ള ആ ഒരു നിത്യസത്യം നമ്മൾ
മനസ്സിലാക്കിയിരിക്കണം. ലൂക്കാ 12-ാം അധ്യായം 47 മുതൽ വായിക്കുമ്പോൾ ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ അറിയുന്തോറും നമുക്ക് ഉത്തരവാദിത്വം കൂടിക്കൊണ്ടിരിക്കും. ദൈവവചനത്തിൽ ആഴപ്പെടുന്തോറും നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാതെ ഒരാൾ തെറ്റ് ചെയ്യുന്നതും അറിഞ്ഞതിന് ശേഷം തെറ്റ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്കറിയാലോ, ഒരു പാപം മാരകപാപമായി മാറണമെങ്കിൽ അറിവോടെ ആ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് മാരകപാപമാകുന്നത്. അറിയാതെയാണെങ്കിൽ ഒരിക്കലും അത് മാരകപാപം ആകത്തില്ല. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാതെയാണ് ഒരാൾ ശിക്ഷാർഹമായ തെറ്റ് ചെയ്യുന്നതെങ്കിൽ ലഘുവായേ പ്രഹരിക്കപ്പെടും. അറിഞ്ഞതിന് ശേഷം അറിവോടെ ബോധപൂർവം കർത്താവിൻ്റെ ആ ഒരു കൽപ്പന ലംഘിക്കുകയോ ദൈവത്തിന് അനിഷ്ടമായ കാര്യം ചെയ്യുകയോ ചെയ്താൽ അവർക്കുള്ള പ്രഹരം കഠിനമായിരിക്കും എന്നുള്ളത് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അധികം ലഭിച്ചവനിൽ നിന്നും ദൈവം അധികം ആവശ്യപ്പെടും. കിട്ടുന്ന അനുസരിച്ച് കൊടുക്കാനുള്ളൊരു കടമ നമുക്കുണ്ട്. ദൈവത്തിൻ്റെ കരുണ കിട്ടുന്തോറും ആ കരുണ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു കടമ നമുക്കുണ്ട് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അധികം ലഭിച്ചവനിൽ നിന്നും അധികം ആവശ്യപ്പെടും. അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും എന്നുള്ളത് കർത്താവ് വചനത്തിലൂടെ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-10 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെയും വലിയൊരു സന്ദേശമുണ്ട്. റോമ 2-ന്റെ 9-ഉം 10-ഉം അവിടെ പറഞ്ഞിരിക്കുന്നത്, പാപം ചെയ്യുന്ന ദുഷ്ടത പ്രവർത്തിക്കുന്ന ഏതൊരുവനും ശിക്ഷയേറ്റ് കേൾക്കേണ്ടി വരും, നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അതാരാണെന്ന് പറഞ്ഞാലും. എന്നിട്ട് അവിടെ 2 ഗ്രൂപ്പുകാരെ വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. ആദ്യം യഹൂദർ, പിന്നെ ഗ്രീക്കുകാർ. യഹൂദർ എന്ന് പറഞ്ഞാൽ അവിടെ അറിവുള്ള വ്യക്തികൾ, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്ന വ്യക്തികൾ. ഇനി അവർ കർത്താവിൻ്റെ കൽപ്പന ലംഘിക്കുമ്പോൾ വിജാതീയരെക്കാൾ അത് ഗൗരവമുള്ള കാര്യമായിട്ട് കർത്താവ് എടുക്കും. അതുകൊണ്ടാണ് അവരുടെ പാപത്തിന് ആദ്യം അവർക്കായിരിക്കും ശിക്ഷ വരിക, പിന്നീട് ഗ്രീക്കുകാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപത്തിന് നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ അതിൻ്റേതായ നഷ്ടമുണ്ടാകും, അതിൻ്റേതായ ശിക്ഷ നമ്മൾ ഏൽക്കേണ്ടി വരും എന്നുള്ളത് കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കിനി ഏതാനും ബൈബിൾ കഥാപാത്രങ്ങളെ കാണാം. അവരൊക്കെ ചെയ്തൊരു കാര്യം, അവരുടെ കടമ മറന്നവരുണ്ട്, കടമ ഓർത്തിരുന്ന് അത് നിറവേറ്റിയ വ്യക്തികളെ കാണാൻ പറ്റും. 2 പേർക്കും ദൈവം കൊടുത്ത നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ദൈവം അവരോട് സംസാരിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ലൂക്കാ 17-ാം അധ്യായത്തിൻ്റെ 11 മുതൽ വായിക്കുമ്പോഴാണ് 10 കുഷ്ഠരോഗികളുടെ കാര്യം അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. 10 പേരും യേശുവിൻ്റെ അടുത്ത് വന്നവരാ, 10 പേരും യേശുവിനെ കണ്ടവരാ, 10 പേരും യേശു പറയുന്നത് കേട്ടവരാ. കർത്താവ് ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുക. എല്ലാം കൃത്യമായിട്ട് കേട്ടവർ. അവർ പോകുന്ന വഴിക്കാണ് 10 പേർക്ക് സൗഖ്യം. ഓരോരുത്തർ സുഖം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 10 പേർക്കും സൗഖ്യം. അതിന് പിന്നീട് കർത്താവ് പറയുന്നുണ്ട്, 10 പേര് സുഖപ്പെട്ടതാണല്ലോ, 9 പേരെവിടെ? നീ മാത്രമേ ഇവിടെ ദൈവത്തിന് നന്ദി പറയാൻ വന്നുള്ളൂ, വിജാതീയൻ മാത്രം. നമ്മൾ കണ്ടോ, ആദ്യം യഹൂദർ, പിന്നെ ഗ്രീക്കുകാർ. ഇവിടെ നമ്മൾ കാണുകയാണ്, ഒരു വിജാതീയൻ അവൻ തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു സൗഖ്യം ലഭിച്ചതിന്. അവനറിയായിരുന്നു അവന് ദൈവം കൊടുത്ത സൗഖ്യമാണ്. ബാക്കി 9 പേര് അവരെവിടെ എന്നാണ് കർത്താവ് ചോദിച്ചത്. നമ്മൾ ഈ അനുഗ്രഹം പ്രാപിച്ചിട്ട് അതേക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയാതിരുന്നാൽ, അനുഗ്രഹം പ്രാപിച്ചു കഴിഞ്ഞ് അതനുസരിച്ചുള്ളൊരു ജീവിത ശൈലി നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ കുറ്റപ്പെടുത്താതിരിക്കുമോ? നമ്മൾ കാണുന്നുണ്ട് ഈ ഹോസിയയുടെ പുസ്തകം 11-ാം അധ്യായം എടുത്താൽ, ഹോസിയ 11 അതിൻ്റെ തലക്കെട്ട് ചേർത്തൊന്ന് വായിക്കുകയാണെങ്കിൽ എൻ്റെ കാതലായ സന്ദേശം ഇതാണ്: നിങ്ങൾക്കെങ്ങനെ ഇത്രയും നന്ദി കെട്ടവരാകാൻ പറ്റും?
ഇത് ദൈവം നമ്മളോടാണെങ്കിലും ചോദിക്കാതിരിക്കുമോ? പ്രത്യേകിച്ച് ദൈവത്തെ അറിയാനായിട്ട്, ദൈവത്തോട് അടുത്ത് നിൽക്കാനായിട്ട് അവസരം ലഭിച്ച നമ്മൾ അതനുസരിച്ച് നിൽക്കുന്നില്ല, ജീവിക്കുന്നില്ല എങ്കിൽ ഈ ചോദ്യം ദൈവം നമ്മോട് ചോദിക്കാതിരിക്കുമോ? ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചിട്ട് മറ്റുള്ളവരോട് ഈ ഒരു കാരുണ്യം കാണിക്കുന്ന കാര്യം വന്നപ്പോൾ നമ്മളവിടെ പിശുക്ക് കാണിച്ചെങ്കിൽ കർത്താവ് ഈ ചോദ്യം ചോദിക്കാതിരിക്കുമോ? നന്ദി കെട്ട ജനം എന്നുള്ള ആ പദം നമുക്കായിട്ടും കർത്താവ് ഉപയോഗിക്കാതിരിക്കുമോ? അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ തിരിച്ചറിയുക, ദൈവം നൽകിയ കാരുണ്യം അത് ഏറ്റെടുത്ത് ഒപ്പം മറ്റുള്ളവരോട് കരുണ കാണിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളത് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു സ്ത്രീയുണ്ട്, ഒരു സമറിയാക്കാരി സ്ത്രീ. യേശു അവളെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. നമ്മൾ കാണുകയാണ്. ഇതിന് ശേഷം അവളുടെ കാര്യങ്ങളെല്ലാം കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇന്നും നമുക്ക് കാണാൻ സാധിക്കും, കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ കൗൺസിലറിലൂടെ ദൈവം സംസാരിച്ച കാര്യങ്ങൾ, പരമരഹസ്യമായ കാര്യങ്ങൾ പോലും അവർ വെളിപ്പെടുത്തി. ഞാൻ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുളിര് കോരുന്നവരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുകയാണ്, ഇവിടെ സകല രഹസ്യങ്ങളും കർത്താവ് പറഞ്ഞു. അതോടെ അവർക്ക് മനസ്സിലായി ഇവൻ ഒരു പ്രവാചകനാണ്, പ്രവാചകനല്ല രക്ഷകൻ തന്നെയാണ്. ആ തിരിച്ചറിവുണ്ടായ ഈ സ്ത്രീ ചെയ്തൊരു കാര്യം, അവൾ കോരിയെടുത്ത വെള്ളം കോരാൻ കൊണ്ടുവന്ന ആ കയറും പാളയും സകലതും അവിടെ ഇട്ടിട്ട് ഓടുന്നത് കാണാൻ പറ്റും. നടന്നല്ല അവൾ പോയത്, ഓടുക. അതായത് അവളുടെ തീഷ്ണത. അവൾ ഓടി എന്തിനു വേണ്ടിയായിരുന്നു? ഒരു സുഖജീവിതത്തിലേക്കല്ല അവൾ ഓടിയത്. ബാക്കിയെല്ലാം ഇട്ടിട്ട് അവൾ അനുഭവിച്ച യേശുവിനെ പ്രഘോഷിക്കാൻ വേണ്ടി ഓടിയ ഒരു രംഗമാണ്. ചിലർ ധ്യാനത്തിനൊക്കെ പോയി സൗഖ്യം കിട്ടിയാൽ അവിടെ ഇരുന്ന് ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞിട്ട് ഇനി സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്നുള്ള ആ കാഴ്ചപ്പാടിൽ അവർ വീട്ടിൽ പോകും. അതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടുമില്ല. ഇനി അതിലൂടെ ഒരാത്മാവിനെ രക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിച്ചിട്ടുമില്ല. അതിനുവേണ്ടിയുള്ളതല്ല സൗഖ്യം എന്നുള്ളത്. ഈ ഒരു അധ്യായത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. നമുക്ക് ദൈവം ചെയ്ത നന്മകൾ, ദൈവം തന്ന സൗഖ്യം, അതെല്ലാം ഉറക്കെ പ്രഖ്യാപിച്ച് ആത്മാക്കളെ നേടാൻ നമുക്ക് പറ്റണം. സുവിശേഷ വേല ചെയ്യാൻ പറ്റണം. ഏറ്റവും വലിയ സുവിശേഷ വേല എന്ന് പറയുന്നത് ആത്മാക്കളെ നേടുന്നതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും ത്യാഗമെടുക്കാനും ഒക്കെ നമ്മൾ മനസ്സ് കാണിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. മത്തായി 18-ന്റെ 33-35 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. ക്ഷമ ലഭിച്ച അല്ലെങ്കിൽ കരുണ ലഭിച്ച ഒരു വ്യക്തിയെ അവിടെ കാണാൻ പറ്റും. അവൻ്റെ കടമൊക്കെ വീട്ടാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. അവൻ ആരിൽ നിന്നും കടമെടുത്തോ അവർ ഇളച്ചു കൊടുക്കുന്ന ഒരു രംഗം നമ്മളവിടെ കാണുകയാണ്. ഇതിനുശേഷം അവൻ്റെ സഹസേവകൻ, ഇതിൻ്റെ വെറും ഒരു അംശം മാത്രം അവന് കിട്ടാനുണ്ടായിരുന്നത്, ഇവന് കൊടുക്കാനുണ്ടായിരുന്നായിരുന്നു കൂടുതൽ, അതെല്ലാം ഇളച്ചു കിട്ടി. എന്നിട്ട് കിട്ടാനുണ്ടായിരുന്ന ആ ചെറിയ അംശത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നതും കരുണയില്ലാതെ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക. ഇനി നമുക്ക് കാണാൻ സാധിക്കും, അവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് ക്ഷമ കിട്ടിയെങ്കിൽ നീ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ കടപ്പെട്ട വ്യക്തിയല്ലേ? നിനക്ക് കരുണ ലഭിച്ചെങ്കിൽ നീ മറ്റുള്ളവർക്ക് കരുണ കൊടുക്കാൻ കടപ്പെട്ട വ്യക്തിയല്ലേ? എന്തുകൊണ്ട് ആ മേഖലയിൽ വീഴ്ച വന്നു എന്നത് കർത്താവ് ചോദിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. വീണ്ടും നമ്മൾ 12-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വചനങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയേക്കാൾ കരുണയാണ്. അതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് ഇതുവരെ നീ പഠിച്ചില്ല, പോയി പഠിച്ചിട്ട് വരിക, ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പാഠം പഠിച്ച് അത് ജീവിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ, കടപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ആ ഒരു ബോധ്യത്തോടു കൂടി മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് നടന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ
പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.